നമുക്കിന്നേ സിമ്പിളായിട്ടൊരു ചെമ്മീൻ മുളകിട്ടത് ഉണ്ടാക്കിയാലോ. ഈ കാണുന്ന റെസിപ്പീസ് ഇത്രമാത്രം റെസിപ്പീസ് മാത്രം ചേർത്തിട്ടാണ് 1/2 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉലുവ, അതേപോലെ കുറച്ച് ജീരകം, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി, വല്ലാതെ കരിയരുത്, ശ്രദ്ധിക്കണേ. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം കേട്ടോ. അത് ഞാൻ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതെനിക്ക് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ പ്രിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ സവാള എടുത്താലും മതി. മീൻ കറിക്കൊക്കെ ചെറിയ ഉള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടാണ് ഒന്ന് ജസ്റ്റ് ഇതാക്കാറ്. നമ്മൾ അത്ര ഇങ്ങനെ ഇളക്കി കൊടുത്ത് വാട്ടണം എന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള കണക്കാണ്. കറിവേപ്പില, അതേപോലെ തന്നെ ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളി ഞാൻ എടുത്തിരിക്കുന്നത് 2 ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി അധികം ഇഷ്ടമില്ലാത്തവർ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇതിൽ എനിക്ക് പുളി അത്യാവശ്യം ഇഷ്ടമുള്ളത് കൊണ്ട് ആണ് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാടുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വാടി കിട്ടണ്ട. ഒന്ന് ചെറിയൊരു വാട്ടാവുന്ന സമയത്തേക്ക് നമുക്ക് അതിലോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വല്ലാതെ വാടി കിട്ടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ റോസ്റ്റഡ് ആണ് അതിൽ. അപ്പോൾ ആ പൊടികളൊക്കെ ഒന്നിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പുളിവെള്ളം ചേർക്കണം. കുറച്ച് പുളിവെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഞാൻ തിളപ്പിച്ചെടുക്കും. എന്നിട്ട് 2ാം വട്ടം പുളി ചേർക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു നന്നായിട്ട് പുളി പിടിക്കുന്ന പോലെ തോന്നാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഈ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാറുണ്ട്. എന്നിട്ടാണ് പിന്നെ വീണ്ടും ആ പുളി ഒഴിച്ചു കൊടുക്കാറ്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യുന്നവർക്കും പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കുക. ഉപ്പിന് എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി വേണമെങ്കിലും നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇട്ടിട്ട് വല്ലാതെ തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വല്ലാതെ തിളച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയായി പോവും. ചെറുതായിട്ടൊന്ന് തിളയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിക്കാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ഒരു വേറെ ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് പുളി മാത്രം, ചിലർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണ ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് വേറൊരു ടേസ്റ്റ്. അപ്പോൾ കുറച്ച് നമുക്ക് ഭയങ്കര പുളി ഇത്തിരി കൂടി ഇത്തിരി മുളകും ഒക്കെ ഉള്ള ഒരു മുളക് കറി തന്നെയാവും. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിൽ 2 മുളകും കൂടെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കുന്നുണ്ട്. വറവിട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് ഇളക്കാറ്. ജസ്റ്റ് വറവിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കും. എന്നിട്ടൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രം നമ്മളത് ഇളക്കി കൊടുത്താൽ മതി. ശരിക്കും അപ്പം തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പം തന്നെ ഇളക്കി കൊടുത്ത് വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ ഞാനിത് ബ്രെഡിൻ്റെ ഒപ്പമാണ് കഴിക്കുന്നത്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ്. വെറും മുളക് പുളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിൻ്റെ ഒപ്പം ഇത്ര ടേസ്റ്റിൽ കഴിക്കാൻ പറ്റില്ല.